OnePlusന്റെ OnePlus Nord 2T എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 29,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. OnePlus Nord 2 എന്ന ഫോണിൻ്റെ ഒരു സക്സസറായിട്ടാണ് OnePlus Nord 2T എന്ന ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Nord 2T എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ OnePlus Nord 2Tയിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഈ ഫോണിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫോണുകളിലൊക്കെ 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ അതുപോലുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മോശം ഡിസ്പ്ലേ ആണ് എന്നല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ല എന്നേ ഉള്ളൂ. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. OnePlus Nord 2 എന്ന ഫോണിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുത്തിയിട്ടില്ല. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രേ ഷാഡോയും അതുപോലെ തന്നെ ജെയ്ഡ് ഫോഗും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ mediatek dimensity 1300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ OnePlus Nord 2 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ mediatek dimensity 1200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അതിൽ നിന്ന് ചെറിയൊരു അപ്ഗ്രേഡാണ് ഈ ഒരു പ്രോസസ്സർ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ഡിഫറൻസ് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. വലിയൊരു ഡിഫറൻസ് ഒന്നും ഈ രണ്ട് പ്രോസസ്സറുകളും തമ്മിൽ വരുന്നില്ല. ചെറിയ ഡിഫറൻസുകൾ മാത്രമേ വരുന്നുള്ളൂ. ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് അല്ല, എന്നാലും ചെറിയൊരു അപ്ഗ്രേഡാണ്. പിന്നെ ഈ ഒരു 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പക്ഷേ ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 870 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മോശമായിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്നൊന്നുമല്ല. തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. ഈ ഫോണിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 12 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കാര്യമായിട്ട് ബ്ലോട്ട് വേസ് ഒന്നും ഇതിലുണ്ടാവില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX766ൻ്റെ സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മോണോക്രോം ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇത് സോണി IMX615ൻ്റെ സെൻസറാണ്. അപ്പോൾ തിരക്കില്ലാത്ത നല്ല ക്യാമറ സെറ്റപ്പൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ OnePlus Nord 2 എന്ന ഫോണിലും ഏകദേശം ഇതുപോലുള്ളൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഈ ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള OnePlus Nord 2 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ചെറിയൊരു അപ്ഗ്രേഡാണ് ഈ ഒരു 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ള കാര്യം. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ 80 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. Type C ചാർജിങ് പോർട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫീച്ചേഴ്സൊക്കെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus Nord 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര വലിയൊരു ചേഞ്ചാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിൻ്റെ കാര്യത്തിലും ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതും ഭയങ്കര വലിയൊരു ചേഞ്ചാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അവർ ഒരു T വെർഷൻ ലോഞ്ച് ചെയ്യാണ്.
അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ആഡ് ചെയ്യായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 5 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആമസോൺ വഴിയും അതുപോലെ തന്നെ OnePlus.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് OnePlus Nord 2T എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഫോണായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് OnePlusൻ്റെ ഒരു ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും OnePlus Nord 2T എന്ന ഫോൺ. പിന്നെ OnePlus Nord 2 എന്ന ഫോണായിട്ട് കൺസിഡർ ചെയ്യുമ്പം വലിയ അപ്ഗ്രേഡുകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ അപ്ഗ്രേഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള OnePlusൻ്റെ ഒരു ഫോണായിരിക്കും OnePlus Nord 2T എന്ന ഫോൺ. എന്തായാലും OnePlus Nord 2T എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.